തനിമയിൽ അഭിമാനിച്ചിടാം. പോരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം. ഞങ്ങൾ സൂക്ഷിക്കും. പോരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം. പോരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം. ഇറ്റലി, ഇന്തോനേഷ്യ, ജപ്പാൻ, ജർമ്മനി, USA നാനാദേശത്തായാലും ഈ ജ്ഞാനായക്കാരൊരുമയുടെ പോരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം. പോരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം. പയ്യാവൂര്, പെരിക്കല്ലൂര്, മാലക്കല്ല്, ഉടവൂര് എല്ലാം ഒന്നിച്ചൊന്നായി താനായി സിംഫണി മേളങ്ങൾ. ഈ താനായി സിംഫണി മേളങ്ങൾ. പോരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം. പോരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം. മാമലയോടും പടവെട്ടി മണ്ണിൽ കനകം വിളയിച്ച് കുടിയേറ്റത്തിൻ മക്കളിതാ ഈ ജ്ഞാനായക്കാർ ഞങ്ങളിതാ. ഈ ജ്ഞാനായക്കാർ ഞങ്ങളിതാ. പോരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം. പോരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം. കാലത്തിൻ ഗതി മാറട്ടെ, കാലാവസ്ഥകൾ മാറട്ടെ, നമ്മുടെ പൈതൃക സംസ്കാരത്തിൽ അടിപതറാതെ മുന്നേറാം. അടിപതറാതെ മുന്നേറാം. പോരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം. പോരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം. പോരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം. പോരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം. പോരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം.
Marcos volabol volvo caviso. നിന്റെ സമാധാനവും ശാന്തിയും ഈ സ്ഥാപനത്തിൽ വസിപ്പിച്ചു ഇതിലുള്ള സ്ഥലത്തെയും അനുഗ്രഹിക്കണം. ഇതിന്റെ വരവിലോൾ തിരുനാമത്വത്തിനും നീതിയുടെ പരിപാലനത്തിനുമായി മാറണം. നിന്നിൽ നിന്നുള്ള സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും ഇതിനെ ഐശ്വര്യപ്പെടുത്തി ഇതിൽ വസിക്കുന്നവർക്ക് മോഹപ്രസവങ്ങളും ആയുഷ്കാലം മുഴുവൻ രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും ഇവർ നിന്നെ പ്രീതിപ്പെടുത്തുവാനിടയാകണം. നിത്യതയുമേ ഇവരുടെ മരിച്ചുപോയവർക്ക് ആശ്വാസവും നല്ല ഓർമ്മയും നൽകണമേ. Barkmos Ramol Kulkon Evangelion Galician Maranis Mishiho Svalsamageniso Nalukos Sobrano Nam Sabahaye Furkon Alolmo Zablaki the Saint Maravalan for Kodilanish Mishiho Melsalahaya Lord is Basamas of the Goddess of Maria Barakmor Palindin Okanawai Yesumran Yerihu Gudi Katanamur Dhanavan Dukagan Pramani Masakai Verla Riven Yeshwar and the Gandwana Krechu പുരുഷാരനിമിത്തം അവനാതെ കഴിഞ്ഞില്ല എന്തെന്നാ സഖായി വിരങ്കുറഞ്ഞവനായിരുന്നു. അനേശംരാനെ കാണുവാനായിട്ടോടി മുമ്പിൽ കിടന്ന ഒരു കാട്ടുതീത്തയിൽ കയറി അതിലെയായിരുന്നു അദ്ദേഹത്തിന് പോകേണ്ടിയിരുന്നത്. ആ സ്ഥലത്തെത്തിയപ്പോൾ യേശുരാനവനെ കണ്ടിട്ട് അവനോട്, സഖായിയെ നീ വേഗം ഇറങ്ങി വരിക, ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. വേഗം ഇറങ്ങിച്ചെന്ന സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. എല്ലാവരും അതുകൊണ്ട് നീരസപ്പെട്ട് പാപിയായ മനുഷ്യനെ അടുക്കൽ ചെന്ന് താമസിച്ചുവല്ലോ എന്ന് പറഞ്ഞു. സഖായി നിന്നുകൊണ്ട് യേശുവിനോട്, കർത്താവേ, ഇതാ എന്റെ വസ്തുക്കൾ പകുതി ഞാൻ ദരിദ്രർക്ക് നൽകുന്നു. ഏതൊരുവനിൽ നിന്നെങ്കിലും ഞാൻ അപഹരിച്ചെടുത്തിട്ടുള്ളത് 1/4 വീതം തിരിച്ച് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. യേശുബ്രാൻ പറഞ്ഞു, ഇവനും അബ്രഹാമിന്റെ പുത്രനായതുകൊണ്ട് നീ ഭവനത്തിന് ജീവനുണ്ടായി. എന്നാൽ കാണാതെ പോയിട്ടുള്ള അന്വേഷിക്കാനും ജീവിപ്പിക്കാനുമായിട്ട് അത്ര മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ബാരക്മോർ ശൈനോ ശ്ലോമോൽ കുൽക്കോ ആസ്ഥാന മന്ദിരം എന്നേക്കുമായിട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് വാഴ്ത്തപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. മാതൃജനത്തെ പ്രാർത്ഥനയോ അടികളയും നിൻകോപത്തെ വടികളയും Me
Orthodox Patriarchate of Antioch and all the East, Baptuma, Damascus, Syria. By the grace of God, Ignatius Zakka First Rivas, Patriarch of Antioch and all the East, Supreme Head of the Universal Syrian Orthodox Church, number E199/12, 10th November 2012. Apostolic benediction to our beloved is Grace More Ivanius Kyriakos, Metropolitan of the Ranni and outside Kerala Division of the Malankara Syrian Knanaya Archdiocese, Ranni, Pathanamthitta District, Kerala, India. Enquiring your welfare, we inform you the following. We are in receipt of your request dated 2nd November 2012 regarding the consecration of the Bishop's House at Ranni. We appreciate the pain you took to construct the center for the diocese within a short span of 2.5 years. We are pleased to know that you remember how our fathers struggled to keep the true faith of the church and how they traveled from the Middle East to India to impart that faith. It is indeed apt that Bishop's House is named as Urha, since the Knanaya community migrated from Urha to Malankara in 345 AD under the leadership of Mar Joseph of Urha. As Urha is situated on the banks of the river Dyson, it is significant that the Bishop House is situated on the bank of the river Pamba. The name Urha recollects the origin of the Knanaya community, keeping up an unending relationship and allegiance to the Holy Throne of Antioch and all the East. Remarkable and amazing indeed are the glorious ways of our God, who accomplishes invisible things through visible means. We advise to safeguard the true faith which was taught by our glorious church fathers, which is the faith of Saint Peter. We bless all the activities done in the Ranni and outside Kerala division of the Knanaya Archdiocese. May the grace of God be with you. May God bless you. We extend our apostolic blessings to you. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ റാന്നിയിലെ സമുദായത്തിലെ എല്ലാ അംഗങ്ങളുടെയും പേരില്, റാന്നിയിലെ എല്ലാ ആൾക്കാരുടെയും, ഈ ദേശനിവാസികളുടെയും പേരില്, റാന്നിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അനുഗ്രഹമാണ്. ഈ ആസ്ഥാന കേന്ദ്രം ഒരു അനുഗ്രഹമാണ്. ഇത് പ്രാർത്ഥനയുടെ ശബ്ദം, പ്രാർത്ഥനയുടെ വലിയ അനുഭവമായി തീരുവാൻ തക്കോണം ഈ കേന്ദ്രം ആയി തീരുവാൻ തക്കോണം, ഈ ദേശത്തിന് അനുഗ്രഹമായി തീരുവാൻ തക്കോണം ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് ഉദ്ഘാടന പ്രസംഗം കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി. സമുദായത്തിന്റെ വളർച്ചയിൽ, ഉയർച്ചയിൽ സമൂഹത്തോട്
പൂർണ്ണമായും അലിഞ്ഞു ചേർന്ന് ഇണങ്ങിച്ചേർന്ന് മുമ്പോട്ടുള്ള പുരോഗതിയുടെ പാതയിലൂടെ മുമ്പോട്ടുള്ള വളർച്ചയിൽ സന്തോഷത്തോടെ നോക്കി കാണുന്ന ഒരാളാണ്. ഞാനായ സമുദായം കാട്ടുന്ന ഒരുമയും സമുദായത്തിൻ്റെ വിശ്വാസത്തിലും സമുദായത്തിൻ്റെ പുരോഗതിയിലും കാണിക്കുന്ന ജാഗ്രതയിലും ഞാൻ പലപ്പോഴും അഭിമാനം കൊണ്ടിട്ടുണ്ട്. വർഷം തോറും നിങ്ങൾ നടത്തുന്ന കൂട്ടായ്മ അത് ഒരത്ഭുതം എന്ന് തന്നെ പറയാൻ സാധിക്കത്തക്ക വിധത്തിൽ അത്ര അച്ചടക്കത്തോടെ വിജയകരമായി നടത്തുന്നത്. ആ കൂട്ടായ്മകളിലെല്ലാം പങ്കെടുത്തുകൊണ്ട് എനിക്ക് നോക്കിക്കാണാൻ സാധിക്കും. ഞാനായ സമുദായത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ ഈ അവസരത്തിൽ നേടി. നമ്മുടെ സമൂഹത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് സമുദായ സൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ശക്തിയാണ്. നമുക്ക് വലിയ ആത്മവിശ്വാസം പകരുന്നത് നമ്മൾ അഭിമാനിക്കുക മാത്രമല്ല അഹങ്കരിക്കുക പോലും ചെയ്യുന്നത് നമ്മുടെ എല്ലാ മതവിശ്വാസങ്ങളും തമ്മിലുള്ള ഐക്യവും യോജിപ്പും ഒരുമയുമാണ്. അത് ഒരു സാഹചര്യത്തിലും കൈമോശം വരാതിരിക്കാൻ, അതിനൊരു പോറല് പോലും ഏൽക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിച്ചേ മതിയാവും. നമ്മുടെ സമൂഹം അത് ഏതെങ്കിലും ഒരു നിയമത്തിൻ്റെയോ ഭരണഘടനയുടെയോ ഒന്നും പരിരക്ഷ കൊണ്ടല്ല, മറിച്ച് ഭാരതീയ സംസ്കാരത്തിൻ്റെ സവിശേഷതയാണ്. നിയമങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ്, ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടുത്തെ ജനങ്ങൾ ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിച്ചു, പരസ്പരം സ്നേഹം പങ്കിട്ടു, ആ സൗഹൃദത്തോടുകൂടി കഴിഞ്ഞുവെങ്കിൽ അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ മഹിമയാണ്, മഹത്വമാണ്, വലിപ്പമാണ്. അത് നമുക്കിനിയും എന്നും ഉയർത്തിപ്പിടിക്കാൻ സാധിക്കണം. ഏതാഘോഷങ്ങളാണെങ്കിലും എല്ലാവരും ഒത്തുചേർന്നാണ് കേരളത്തിൽ നടക്കുന്നത്. ഏത് വിശ്വാസങ്ങളും പരസ്പര ധാരണയോടുകൂടി അവരവരുടെ വിശ്വാസങ്ങളിൽ അടിയുറച്ചു നിൽക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ തള്ളിക്കളയാതെ അതിനെയും മാനിച്ച് പരസ്പര വിശ്വാസത്തോടുകൂടി നീങ്ങുന്ന ആ നല്ല സാഹചര്യം നമുക്കെന്നും ഉയർത്തിപ്പിടിക്കാൻ സാധിക്കും. നമുക്ക് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും സാമൂഹ്യ മേഖലകളിലെല്ലാം വൻപിച്ച പുരോഗതി കൈവരിക്കാൻ സാധിച്ചു എന്നത് ഈ ഒരു മഹത്തായ ആ സഹവർത്തിത്വത്തിൻ്റെ വലിയ വിജയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇതംപ്രദമായിട്ടാണ് അത്യുന്നത കർദിനാൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഇപ്പോൾ അത്യുന്നത കർദിനാളിന് ഈ സമുദായത്തിൻ്റെ വകയായിട്ട് ഉപഹാരം നൽകുകയാണ്. ഞാനായ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട A.T. തോമസ് അറക്കലച്ചൻ ആ ഉപഹാരം ഇപ്പോൾ സമുദായത്തിൻ്റെ മെത്രാപ്പൊലീത്തായെ ഏൽപ്പിക്കുന്നതും സമുദായ മെത്രാപ്പൊലീത്ത അത് അഭിനന്ദ അത്യുന്നത കർദിനാളിന് നൽകുന്നതാണ്. ഒരു അംശവഴിയാണ് സമുദായത്തിൻ്റെതായിട്ട് നൽകുന്നത്. എല്ലാവരും നല്ല ഒരു ക്ലാപ്പ് കൊടുത്ത് സന്തോഷത്തോടുകൂടെ ആ വിവരം അറിയിക്കും. ജ്ഞാനായ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ പള്ളിയും ഈ പ്രദേശവും ഹൃദയത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നതാണ്. ഭാഗ്യസ്മരണാർഹനും നമ്മുടെ ഏവരുടെയും മനം കവർന്നവനുമായ കുബർണിറ്റി ഹാക്കിമോ സഭയുടെ വലിയ കപ്പിത്താൻ എബ്രഹാം മാർ ക്ലീമീസ് വലിയ തിരുമേനിയുടെയും ആദരണീയനായ ജനപ്രതിനിധി ശ്രീ വയലായിടുക്കളുടെയും
സമുദായത്തിലെ അനേക കുടുംബങ്ങളുടെയും സഭാ പൊതുജന ശുശ്രൂഷ കൊണ്ട് അനുഗ്രഹീതമായിരിക്കുന്ന ഒരു നാട്ടിൽ ജ്ഞാനായ സമുദായത്തിന്റെ ഈ മേഖലയുടെ ഒരു ആസ്ഥാന കാര്യാലയം ഇവിടെ ഖുദാശ ചെയ്യപ്പെട്ടു എന്നതിലും മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട്, മറിവാനിയോസ് തിരുമനസ്സുകൊണ്ട് ഇവിടെ താമസിച്ച് അജപാലന ശുശ്രൂഷ നടത്തുന്നു എന്നതും നമുക്കെല്ലാവർക്കും സന്തോഷം പകരുന്ന അനുഭവമാണ്. ഇപ്പോൾ ഇതിന്റെ ഡിസൈൻ ചെയ്തതായ ആർക്കിടെക്ട് ശ്രീ കൊച്ചുതൊമ്മൻ, അതോടൊപ്പം തന്നെ ഇതിന്റെ പണിക്കെല്ലാം നേതൃത്വം കൊടുത്തതായ എഞ്ചിനീയർ ശ്രീ എബി, ഇതിന്റെ കോൺട്രാക്ടർ ശ്രീ ഷെൽഡൻ, അതുപോലെ തന്നെ പ്ലംബിംഗ് കോൺട്രാക്ടർ, ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ, പ്രസ് വർക്ക് നടത്തിയവർക്കെല്ലാം ഓരോ ഉപഹാരങ്ങൾ നൽകുകയാണ്. അവർ ഓരോരുത്തരായിട്ട് മുന്നോട്ട് കടന്നു വരണം. ആദ്യമായിട്ട് ആർക്കിടെക്ട് ശ്രീ കൊച്ചുതൊമ്മന് ഈ സമയത്ത് അത്യുന്നത കർദിനാൾ ഉപഹാരം നൽകി അദ്ദേഹത്തെ ആദരിക്കുന്നു. ശ്രീ കൊച്ചുതൊമ്മൻ മുന്നോട്ട് കടന്നു വരിക. ശ്രീ എബി ഫിലിം, ഇതിന്റെ കോൺട്രാക്ടർ ശ്രീ ഷെൽഡൻ, ശ്രീ സോണി കുര്യൻ, പെയിന്റിംഗ് കോൺട്രാക്ടർ ശ്രീ ജോജി കണ്ണന്താനം, ഈ ജ്ഞാനായ അധിപതിരാസനത്തിന്റെ റാന്നി മേഖല ആസ്ഥാന മന്ദിരം ഇന്ന് കൂദാശ ചെയ്യുവാൻ തക്കവണ്ണം പണിതുയർത്തുന്നതിന് വാസ്തവത്തില് മുഴുവനായ നേതൃത്വവും ജ്ഞാനായ സമുദായ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടും വൈദിക ശ്രേഷ്ഠരോടും റാന്നിയിലെ എല്ലാ പ്രിയപ്പെട്ട ദൈവജനത്തോടും ചേർന്ന് അഭിയുന്നയ ഈവാനിയോസ് കുറിയാക്കോസ് തിരുമനസിന്റെ വലിയ വലിയ പരിശ്രമം എല്ലാവരും ഒന്നുകൂടെ കൈയടിച്ച് മോർ ഈവാനിയോസ് തിരുമനസിനെ നമുക്ക് അഭിനന്ദിക്കാം. എല്ലാ ഭാവുകങ്ങളും നേരാം. ഈ ആസ്ഥാന മന്ദിരം വളരെ മനോഹരമായി പണിതീർത്ത് കഴിഞ്ഞു. കേറി കണ്ടില്ല, കേറി കാണാത്തത് കണ്ടതിനേക്കാൾ സൗഹൃദമാണ്, സുന്ദരമാണ് എന്ന് ഞാൻ കരുതുകയാണ്. പക്ഷേ വിധവയുടെ കൊച്ചു കാശ് പോലും സമാഹരിച്ചുകൊണ്ട് ഒരു വലിയ മന്ദിരം, റാന്നിയുടെ ആസ്ഥാനത്തിന് പറ്റിയ രീതിയിൽ പ്രൗഢഗംഭീരമായ ഒരു മന്ദിരം, എന്നാൽ വളരെ ലളിതമായി ഇവിടെ നിർമ്മിക്കുവാൻ കഴിഞ്ഞത് വലിയൊരു കാര്യമാണ്. ജ്ഞാനായ സമുദായം വളരെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമുദായമാണ്, ഒരു സമൂഹമാണ്. എല്ലാവർക്കും അറിയാം, അതിവേഗം വളരുന്ന ഒരു സഭയാണ്. ലോകമാകെ പടർന്നു കിടക്കുന്ന ഒരു സമൂഹം ഏതെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചാൽ അത് ജ്ഞാനായ സമൂഹമാണ്. എത്ര അഭിമാനമുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. വാസ്തവത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ള ഒരു സഭയാണ് ജ്ഞാനായ സഭ എന്ന് ഞാൻ പറയട്ടെ. AD 342 മുതൽ ജ്ഞാനായ സമുദായത്തിന്റെ ആ ദൃഢമായ വിശ്വാസം, ജ്ഞാനി തൊമ്മന്റെ ദൃഢമായ വിശ്വാസം പോലെ കാനായി, നിങ്ങൾക്കറിയാം, കാനായിലാണ് യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്. കാനായില്ല, അവിടെയാണ് വെള്ളം വീഞ്ഞാക്കിയത്, അവിടെയാണ് രാജ ഭടന്റെ പുത്രൻ മരിച്ചപ്പോൾ പുത്രനെ മരിച്ചയാളിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് അവിടെ വെച്ച. അപ്പോൾ ആ സമൂഹം കാനായി എന്ന് പറയുന്നത് അവിടുത്തെ ജനവിഭാഗം, യേശുവിനെ കണ്ട് യേശുവിൽ വളർന്ന ആ വിഭാഗം, ആ പ്രദേശം, അവിടെ നിന്ന് കുടിയേറിയ ജ്ഞായിത്വമ്മന്റെ ആ കുടുംബങ്ങളിലെ സന്താന പരമ്പര, അവരുടെ അവര് ഇങ്ങനെ കൈമാറുന്ന മുഴുവൻ വിശ്വാസമാണ്. ആ വിശ്വാസം പാറമേൽ ഉറച്ച വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്മേലാണ്
ഈ സഭയെ പണിതിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ആ വിശ്വാസം കാണുമ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഈ പുതിയ അരമന മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇവിടെ രൂപം നൽകിയിട്ടുള്ള ചികിത്സ ധനസഹായത്തിന്റെ ഉദ്ഘാടനം ബഹുമാനായ കേരളത്തിന്റെ ജലവിഭവ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട PJ ജോസഫ് സാർ നിർവഹിക്കും. അദ്ദേഹത്തിന്റെ കയ്യിൽ കണ്ടന്താനത്ത് ശ്രീ തോമസ് കുട്ടി അദ്ദേഹത്തെ ഫണ്ട് ഏൽപ്പിച്ച ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട PJ ജോസഫ് സാർ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. അന്ന് പത്തനംതിട്ട ജില്ലാ രൂപീകരണത്തോടൊപ്പം റാന്നി താലൂക്കും അനുവദിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം എനിക്കുണ്ട്. വയലാച്ചായൻ്റെ വലിയ സ്വപ്നം പൂണിയുകയായിരുന്നു. റാന്നി വളരെയധികം പാരമ്പര്യമുള്ള പ്രദേശമാണ്. റാന്നിയുടെ വലിയ പള്ളി ഏവർക്കും അറിയാം. നാനായ സമുദായങ്ങൾ തമ്മിൽ വലിയ സ്നേഹമാണ്. ഒരു കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. വർഷം തോറുമുള്ള സമ്മേളനങ്ങൾ ആ കൂട്ടായ്മയുടെ വലിയ ഉദാഹരണമായി നിലകൊള്ളുന്നു. ലോകത്തെവിടെയാണെങ്കിലും ഗ്രാനായ സമുദായങ്ങൾ തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ആ ബന്ധം നിലനിർത്തിക്കൊണ്ടുപോകാൻ സമുദായത്തിൽ ഇതുവരെ കഴിഞ്ഞിരിക്കുന്നു. ശുശ്രൂഷയുടെ വിശാലമായ പാതയിൽ ഇനിയും ബഹുദൂരം സഞ്ചരിച്ച് സഭാഗാത്രത്തിൽ പുത്തനടുക്കുകൾ കൂട്ടിച്ചേർക്കുന്നതിന് അജപാലന ശുശ്രൂഷ നിർവഹിക്കുന്ന അഭിമന്യ കുറിയാക്കോസ് മാർ യോഹന്നാനീസ് മെത്രാപ്പൊലീത്തായ്ക്ക് കരുണാസമ്പന്നനായ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് പാലികൂട്ടി പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രൗഢമായ ഒരു പാരമ്പര്യമാണ് ജ്ഞാനായ സമൂഹത്തിനുള്ളത്. ആ പ്രൗഢിയും പാരമ്പര്യവും ഒട്ടും ചോർന്നു പോകാതെയാണ് ഈ ചടങ്ങും ഇവിടെ നടക്കുന്നത്. ലോകത്ത് ഇതുപോലെ പടർന്ന് പന്തലിച്ചിട്ടുള്ള മറ്റൊരു സമൂഹത്തെ കാണാൻ കഴിയും. ലോകത്തൊട്ടേറെ രാഷ്ട്രങ്ങളിൽ സഞ്ചരിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവിടെയെല്ലാം എനിക്ക് ലഭിച്ച ഏറ്റവും സ്നേഹോഷ്ഫുളമായ ആതിഥ്യം അത് എൻ്റെ ഏറ്റവും അടുത്ത ജ്ഞാനായ സുഹൃത്തുക്കളിൽ നിന്നാണ് എന്നുള്ളത് ഞാനത് സ്നേഹത്തോടെ ഇവിടെ ഓർമ്മിക്കുകയാണ്. ജ്ഞാനായ സമുദായം ഇതര സമുദായങ്ങളോട് അത്യധികം സ്നേഹാദരങ്ങളോടെ പെരുമാറുന്നു എന്നുള്ളത് വിചാരത്തിലോ പെരുമാറ്റത്തിലോ മറ്റൊന്നിനും തന്നെ ആരും പുരോഹിത ശ്രേഷ്ഠന്മാരല്ല, സാധാരണ ജനങ്ങൾ പോലും എല്ലാവരോടും വളരെയധികം സ്നേഹസമ്പന്നമായി തന്നെയാണ് പെരുമാറുന്നത്. ആ ഭാരതീയ സംസ്കാരം പ്രായോഗിക തലത്തിൽ നടത്തുന്ന ഒരു സമൂഹമാണ് ഇതെന്ന് പറയുവാൻ ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ട്. ഈ അടുത്ത കാലത്ത് പുല്ലൂപ്പുറത്ത് ഒരു പള്ളിയോടം നീലനയിക്കുന്ന സമയത്ത് നിങ്ങളുടെ മെത്രാപ്പോലീത്ത ആ ചടങ്ങിൽ ആദ്യന്തം സംബന്ധിച്ചു. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പെരുമാറ്റവും ഇടപെടലും എന്നെ സത്യത്തിൽ അത്ഭുത പരതന്ത്രനാക്കി. നീരണിയിക്കാൻ വള്ളം കൊണ്ടുവന്നതിനേക്കാൾ കൂടുതൽ സന്തോഷവാനായിട്ടാണ് തിരുമേനി ഞാൻ കണ്ടത്. ഈ ഒരു കാര്യത്തിലല്ല, മറ്റു പല കാര്യങ്ങളും നിങ്ങളുടെ സമുദായ മെത്രാപ്പോലീത്ത തിരുമേനി അവர்களுം ബാക്കി എല്ലാവരും അങ്ങേയറ്റത്തെ സഹിഷ്ണുതയോടും സഹവർത്തിത്വത്തോടുകൂടി പെരുമാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. CSI ജ്ഞാനായ സമൂഹവും തമ്മിൽ വളരെ ദൃഢമായിട്ടുള്ള ബന്ധം, പ്രത്യേകിച്ച് പിതാക്കന്മാർ തമ്മിലുള്ള അടുപ്പം കേരളത്തിൻ്റെ പല ഘട്ടങ്ങളിൽ രാഷ്ട്രീയ സാമൂഹിക ബന്ധങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിലനിന്ന പോലെ തന്നെ ഇക്കാലങ്ങളിലും പ്രവർത്തിപ്പാനായിട്ട് ജ്ഞാനായ പിതാക്കന്മാർ കാണിക്കുന്ന ആ വിശാലതയാണ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ചിരിക്കുന്നത്. ജ്ഞാനായ സഭയുടെ ആസ്ഥാനം ഉറഹ എന്ന അനുഗ്രഹിക്കപ്പെട്ട നാമധേയത്തിൽ ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. പുരാതനമായ ഒട്ടേറെ സംസ്കാരങ്ങൾ, ചരിത്രം ഉറങ്ങുന്ന ഈ നാട്ടിൽ ജ്ഞാനായ സഭയുടെ ഈ ആസ്ഥാനം ഈ നാടിൻ്റെ അഭിമാനമായി, ഈ നാടിൻ്റെ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കാൻ അതിനെല്ലാം നേതൃത്വം നൽകുന്ന
ക്രൈസ്തവ സഭകൾക്ക് മാത്രമല്ല ഹൈന്ദവ സമൂഹവും ഇസ്ലാം സമൂഹവും അടക്കം നാനാജാതി മതസ്ഥരായിട്ടുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെയും ഒരാസ്ഥാനമായി തീർച്ചയായിട്ടും ഈ ഭദ്രാസന ആസ്ഥാനം പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ അഭിമന്യ തിരുമേനി ആസ്ഥാനത്തുള്ള സ്ഥലം വാങ്ങിയപ്പോൾ തന്നെയാണ് എന്നോട് 25 ലക്ഷം രൂപ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടത്. ആദ്യ ഘട്ടമായി അന്നത്തെ മന്ത്രിയായിരുന്ന ശ്രീ പ്രേമചന്ദ്രനെ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഒടുവിലത്തെ ഘട്ടം തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിലാണ് അദ്ദേഹം 15 ലക്ഷം രൂപ ഇവിടെ MLA-മാർക്ക് അനുവദിക്കപ്പെട്ട കോട്ടായിൽ നൽകിയത്. അവശേഷിക്കുന്ന പണികൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ 5 ലക്ഷമാണെങ്കിലും 10 ലക്ഷമാണെങ്കിലും അവശേഷിക്കുന്ന ഫണ്ടും ഇവിടെ നൽകുന്നതാണ് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് എന്റെ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മുസ്ലിം സമുദായത്തിന്റെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് പറയുവാനുള്ളത്, കനാൻ ദേശത്തു നിന്ന് വന്ന കനായ സഭ, നമ്മുടെ എല്ലാം പിതാവ് ഒന്നല്ലേ? എബ്രഹാമിന് 2 പുത്രന്മാർ, ഇസ്ഹാഖ്, ഇസ്മായിൽ. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമെന്നും ഇസ്മായിൽ നബി അലൈഹി സ്വലാമെന്നും വ്യക്തമായ ഭാഷയിൽ, അറബി ഭാഷയിൽ ഉച്ചരിക്കപ്പെടുന്നു. ഇസ്ഹാഖ് നബിയുടെ അല്ലെങ്കിൽ ഇസ്ഹാഖിന്റെ പുത്രന്മാരാണ് റോമാക്കാർ. അങ്ങനെ അത് യൂറോപ്പിൽ ആയിട്ട് അത് വിന്യസിച്ചു. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ പുത്രന്മാരാണ്, അവരെ പരമ്പരയാണ് അറബികൾ. ചുരുക്കത്തിൽ അബ്രഹാം എന്ന പിതാവിൻ്റെ 2 മക്കളിൽ സഹോദരന്മാരാണ് ഇസ്ലാം മതത്തിന്റെ ആളുകളും ഖനാനായ സഭാവാസികളും. ഇന്നിവിടെ ഒരു പക്ഷെങ്കിൽ എത്തിച്ചേർന്നിട്ടുള്ള വ്യക്തികളിൽ ഏറ്റവും സന്തോഷം പകരുന്നത് എനിക്കാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതിന്റെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുമേനിയുടെ ഭവനത്തിൽ ഒരു ചടങ്ങ് നടക്കുമ്പോൾ ആദ്യമായി അതിന് തിരിതെളിയിച്ച് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അന്ന് സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകളെ പറ്റിയും പരാധീനതകളെ പറ്റിയൊക്കെ തിരുമേനി പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം പറഞ്ഞു, തുടങ്ങി വെച്ചതൊന്നും നടക്കാതെ പോയിട്ടില്ല തിരുമേനി, ഇതും നടക്കും. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് ഇന്നത് പൂർത്തിയാകുമ്പോൾ ആ ചടങ്ങിൽ വന്ന് 2 വാക്ക് സംസാരിക്കുവാൻ തന്ന ഈ അവസരം തീർച്ചയായും സന്തോഷം പകരുന്നു. എല്ലാ നന്മകളും നാടിൽ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഖനാനായ അധിപത്യരാസനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഓരോ മേഖലയിലും അതിനേൽപ്പിക്കപ്പെട്ടതായ മെത്രാപ്പൊലീത്തന്മാര് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇതുപോലുള്ളതായ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നത്. അഭിനന്ദനായ ഇബ്രാഹിമിയോസ് തിരുമേനിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം ഈ സ്ഥലം വാങ്ങി മനോഹരമായ ഒരാസ്ഥാനം പണിതുയർത്തി അവിടെ ഇന്നു മുതൽ ആസ്ഥാന മന്ദിരമായി റാന്നി മേഖലയുടെ ഓഫീസായി മാറുകയാണ്. അദ്ദേഹത്തിന്റെ താമസ സ്ഥലവുമായി മാറുകയാണ്. റാന്നി വലിയ പള്ളിയുടെ അനുഗ്രഹീത കടാക്ഷം, പമ്പാ നദിയുടെ ഊഷ്മളമായ ആ ഓളങ്ങൾ, അതിൽ നിന്നുയരുന്ന കാറ്റ് ഒക്കെ വാസ്തവത്തിൽ ചേരുമ്പോൾ ഒരു വലിയ സന്തോഷമാണ്. ഉറഹായുടെ, ഞാൻ പറയും ബെത്ലഹേമിന്റെ, കാരണം ഉറഹ 2 നദികളുടെ തീരത്താണ്. അതിലൊന്ന് ബാവായുടെ, പരിശുദ്ധ ബാവായുടെ കൽപ്പനയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഊഷ്മളത നിലനിൽക്കുന്ന ആറ്റരികത്ത് നടുന്ന വൃക്ഷം പോലെ, ഇലവാടാത്ത വൃക്ഷം പോലെ അഭിനന്യ ഇവാനിയോസ് തിരുമേനിയുടെ ശുശ്രൂഷയ്ക്ക് ഒരു മൈലേജ് കൂടെ കിട്ടിയിരിക്കുകയാണ്. അതിവേഗത്തിൽ വളർന്ന് ഒരു വലിയ വടവൃക്ഷമായി മാറിയിരിക്കുന്ന ഖനാനായ സമുദായം നമ്മുടെ റാന്നിയുടെ പ്രദേശത്ത്, നമ്മുടെ പമ്പാ നദിയുടെ
ഈ ഊഷ്മള പ്രദേശത്ത് ഇത്ര മനോഹരമായ ഒരു ആസ്ഥാനം സ്ഥാപിക്കുവാൻ ഇതിന് മുൻകൈയെടുത്ത പ്രിയപ്പെട്ട കുര്യാക്കോസ് ഇവാനിയോസ് മാർ മെത്രാപ്പോലീത്ത തിരുമേനിയെ ഈ സമയത്ത് വളരെയധികം അഭിനന്ദിക്കുന്നു. ഈ ഭദ്രാസനത്തിലെ അധിപനായി പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. നവീന ആശയത്തിലൂടെ, ശാന്തമായ ജീവിത ശൈലിയിലൂടെ, കുബേര കുചേല വ്യത്യാസമെന്നേ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി റാന്നിയിലെ സജീവ സാന്നിധ്യമായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട മെത്രാപ്പോലീത്ത കനായ സമുദായത്തിന്റെ വളർച്ചയുടെ പാരമ്യത്തിൽ നാം എത്തുകയാണ്. തുടർന്നും ഈ സമുദായം വളരട്ടെ. നമ്മുടെ പിതാക്കന്മാര്, തിരുമേനിമാര് മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും വിജയകരമായി തീരും. നമ്മുടെ സഭയിൽ ശുശ്രൂഷിക്കുവാൻ അവർക്ക് എല്ലാ ദൈവികമായ നന്മകളും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ജ്ഞാനായ കമ്മിറ്റിക്ക് വേണ്ടി അസോസിയേഷന്റെ നാമത്തിലും എല്ലാ വൈദികരെ പ്രതിനിധീകരിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ജ്ഞാനായ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരവും അഭിമാനകരവും ചാരിതാർത്ഥികരമായ ഒരു നിമിഷം ഒരു മെത്രാസിന് അരമന കൂടി ഇന്നിവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു. തീർച്ചയായും ജ്ഞാന സമുദായത്തിൻ്റെ വളർച്ചയിലെ ഒരു പടവ് തന്നെയാണ്. റാന്നി മേഖലയുടെ ആസ്ഥാന മന്ദിരത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം വലിയൊരു അവസരം നമുക്കെല്ലാവർക്കും നൽകി. ഒപ്പം എന്നെയും കൂടി ദൈവം അവിടുന്ന് തിരഞ്ഞെടുത്തു എന്നത് അഭിമാനത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മളൊരു വേക്കിൻ്റെ പ്രോഗ്രാം നടത്തിയപ്പോൾ അതിൽ ഒരു വാക്യം ഉച്ചരിക്കുകയുണ്ടായി. എല്ലാവരും ചേർന്ന് നന്നായാൽ ഒന്നാകാം, ഒന്നായാൽ നന്നാകാം. ഞാനിവിടെ ആവർത്തിക്കുകയാണ്. എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ ഈ ആസ്ഥാന മന്ദിരത്തിൻ്റെ കൂട്ടാഴ്ചയോട് അനുബന്ധിച്ച് നമുക്കെല്ലാവർക്കും ഒന്നായി നിന്ന് പ്രവർത്തിക്കുവാനായിട്ട് അഭിമന്യതിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ നമുക്കെല്ലാവർക്കും ദൈവം അനുഗ്രഹങ്ങളെ നൽകട്ടെ. ജ്ഞാനായ അധിപതിരാസനത്തിൻ്റെ റാന്നി മേഖലയുടെ ആസ്ഥാന മന്ദിരം അതിമനോഹരമായി പൂർത്തിയാക്കുന്നതിന് നേതൃത്വം കൊടുത്ത അഭിമന്യ ഇവാനിയോസ് തിരുമേനിയെയും ചെറുതും വലുതുമായി ഈ സംരംഭത്തിൽ സഹകരിച്ച മുഴുവൻ ആളുകളെയും ഈ തരുണത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഇന്ന് ജ്ഞാനായ അധിപതിരാസനത്തിന് ഒരു അഭിമാനമായി ഒരു നല്ല മനോഹരമായ പമ്പയുടെ തീരത്തെ മനോഹരമായി മന്ദിരം യാഥാർത്ഥ്യമാക്കുന്നതിന് ഈ സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി പരിശ്രമിച്ച മുൻ ജ്ഞാനായ കമ്മിറ്റിയുടെ ട്രസ്റ്റിയും സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ മനോഹരമായ പ്ലാൻ തയ്യാറാക്കുന്നതിന്, ആ പ്ലാൻ അനുസരിച്ച് ഈ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ ധനം നൽകി വലുതും ചെറുതുമായ സംഭാവനകൾ നൽകി സഹകരിച്ചവർ, ഇതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് ഒട്ടേറെ തൊഴിലാളികളും കോൺട്രാക്ടർമാരും ഇതിൽ സംബന്ധിച്ചു. അവരെല്ലാവരും ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളോടും കൂടി എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.